ബഹുമാന്യ അധ്യക്ഷൻ, ആദരണീയനായിട്ടുള്ള ഉദയസമുദ്രയുടെ മാനേജിംഗ് ഡയറക്ടർ, കേരളത്തിൽ തന്നെ നമുക്ക് മാതൃകയായി സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു വലിയ സംരംഭകൻ, ഒരു റോൾ മോഡലായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഊർജ്ജസ്വലനായിട്ടുള്ള ശ്രീ രാജശേഖരൻ നായർ അവർകൾ ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുന്ന വിഴിഞ്ഞം അദാനി സീപോർട്ടിലെ ജനറൽ മാനേജർ ശ്രീ സുനിൽകുമാർ അയ്യപ്പൻ, ഏറെ ആദരണീയനും ഗുരുതുല്യനുമായിട്ടുള്ള ശ്രീ ഗോപാൽജി, അതേപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധയുള്ള നമുക്കേവർക്കും സുപരിചിതനായിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അവർകൾ, ഇതേപോലെയുള്ള പ്രമുഖരായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 3 വർഷമായിട്ട് അനന്തപുരി ഹിന്ദു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആത്മീയതയിൽ നിന്ന് വ്യത്യസ്തമായി വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യയുടെ വികസനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന സെമിനാർ നടന്നു വരികയാണ്. ഈ സെമിനാറിൽ പ്രധാനമായിട്ട് നാം ചർച്ച ചെയ്യുന്നത് എന്തെല്ലാമാണ് വികസനങ്ങൾ, എന്ത് തൊഴിലവസരം അവിടെ ലഭിക്കും, ഏത് കോഴ്സുകൾ പഠിച്ചാലാണ് നമ്മുടെ കുട്ടികൾക്ക് അവിടെ ജോലി ലഭിക്കാൻ കഴിയുന്നത്, എന്തെല്ലാം സംരംഭങ്ങൾ അവിടെ ആരംഭിക്കാൻ കഴിയും. ഈ വിഷയങ്ങളെക്കുറിച്ച് തിരുവനന്തപുരത്തൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ സെമിനാറിൽ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത ഹിന്ദു സമ്മേളനം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ഈ തുറമുഖം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞത് സെപ്റ്റംബറിൽ ഉദ്ഘാടനം കഴിയുമെന്നാണ്. എന്തായാലും ഈ സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഭാരതത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ കവാടമായിട്ടുള്ള, ഇന്ത്യയുടെ സമ്പത്തിൻ്റെ ഉറവിടമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ നേതാവായിട്ടുള്ള, വികസന നായകനായിട്ടുള്ള സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് നമുക്കേവർക്കും അഭിമാനത്തോടു കൂടി മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ. PM ഇവിടെ വരികയാണ്. 2015 നിതിൻ ഗഡ്കരിയാണ്, അന്നത്തെ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ തുറമുഖത്തിന് തറക്കല്ലിട്ടത്. ആ തറക്കല്ലിടുന്ന സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷ കക്ഷി അദാനിയെ ഇവിടെ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി അന്ന് ബഹിഷ്കരിച്ചിരുന്നു. പക്ഷേ എന്തോ കേരളത്തിൻ്റെ ഭാഗ്യമെന്ന് നമുക്ക് പറയാം, അവർ ഇപ്പോൾ ഭരണകക്ഷിയായി മാറിയപ്പോൾ സാക്ഷാൽ അദാനിയെ തന്നെ ഈ തിരുവനന്തപുരത്ത് വരവേൽക്കുവാൻ അന്ന് ബഹിഷ്കരിച്ച ആൾക്കാർ തയ്യാറാകുന്നു. അതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ കൈകൊടുത്ത് സ്വീകരിക്കുവാനും അവർക്ക് തയ്യാറാകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് അഭിമാനത്തോടുകൂടി കാണാൻ കഴിയും. കേരളം വളരുകയാണ്. ആര് ഭരിച്ചാലും പിന്നെ കേരളം വളരും. കാരണം അദാനിയാണ് വരുന്നത്. അദാനിക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അദാനിയുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് എൻ്റെ കണക്കിൽ 2030 ആകുമ്പോൾ ഈ 80 കിലോമീറ്റർ ചുറ്റളവിൽ 3 ലക്ഷം ആൾക്കാർക്ക് ജോലി ലഭിക്കുമെന്ന. അദാനി ജോലി തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
അവിടെ കൂടിപ്പോയാൽ ഒരു 1000 1500 ഒഴിവേ വരുള്ളൂ. അത് നമുക്കൊന്നും കിട്ടാനുള്ള സാധ്യതയും ഇല്ല. അതിപ്പോൾ എയർപോർട്ട് നമുക്കറിയാമല്ലോ, തമിഴന്മാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. മലയാളിക്ക് അവിടെ അപേക്ഷ 3000-ഓളം അവിടെ HR കിടക്കണമെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഇവിടെ അപേക്ഷ കൊടുത്ത ഏവിയേഷനിലൊക്കെ അപേക്ഷ കൊടുത്തവരുണ്ട്, നമ്മളെ വിളിക്കുന്നില്ല. പക്ഷേ നല്ല ക്വാളിഫിക്കേഷനുള്ള നമ്മളെ കുട്ടിയെ കിട്ടാതെ തമിഴരെയാണ് അവിടെ കൂടുതൽ നിയമിക്കുന്നത്. അതേ ഒരു സംഗതി എനിക്കിപ്പോൾ വിഴിഞ്ഞത്തും കാണാൻ കഴിയുന്നുണ്ട്. ഞാനിത് പറഞ്ഞു പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ, കാരണം ലൈവ് പോവുകയാണ്. മന്ത്രി പറഞ്ഞു 700 ഒഴിവ് നികത്തിയെന്നാണ്. അതിൽ 256 പേര് വിഴിഞ്ഞത്തുള്ളവരെന്ന. അതിൽ വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ 5 വാർഡാണ് ഇവർ പ്രിഫറൻസ് പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒരു വാർഡ് എൻ്റെതാണ്, വെങ്ങാനൂർ. അതിലുള്ള ഒരാളിന് പോലും കിട്ടിയിട്ടില്ല സ്ഥിരം പോസ്റ്റ്. പക്ഷെ അവർ പറയുന്നു വിഴിഞ്ഞത്ത് 256 പേർക്ക്. അത് ഞങ്ങളിപ്പോൾ വിവരാവകാശം കൊടുക്കുന്നുണ്ട്, ലിസ്റ്റ് തന്നല്ലേ തീരും. നിയമസഭയിൽ പറഞ്ഞ ഒരു രേഖയല്ലേ, അത് പോട്ടെ, അതെന്തോ ആവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ പുറത്ത് ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ വരും. അതിലാണ് നമുക്ക് ജോലി കിട്ടാൻ പോകുന്നത്. ഇന്നിപ്പോൾ അവിടെ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്നവർ വിചാരിച്ചാൽ കഴിയില്ല. കാരണം പോർട്ടിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇപ്പോൾ അവിടെ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലിരിക്കുന്ന പലർക്കും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഏതൊക്കെ തൊഴിലുകളാണ്, സംരംഭങ്ങളാണ് അവിടെ ആരംഭിക്കാൻ കഴിയുന്നത്? ഇവിടെ ജോലി വരണ്ടേ? ജോലി കിട്ടണമെങ്കിൽ സംരംഭങ്ങൾ വരണം. സംരംഭങ്ങൾ വരണമെങ്കിൽ അതിന് ഇവിടെ ഒരു ഫ്രണ്ട്ലി സിസ്റ്റം ഉണ്ടാവണം. ആരാ ഉണ്ടാക്കേണ്ടത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കണം, 1. 2, ഇവിടുത്തെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണം, അല്ലേ? ട്രേഡ് യൂണിയനെ പേടിച്ചിട്ടാണ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് കേരളത്തിലേക്ക് ഒരു വ്യവസായികൾ ഇങ്ങോട്ട് വരാത്തത്. അത് രാജശേഖർജിക്ക് മിക്കവാറും അറിയാം, വ്യക്തമായിട്ടറിയാം. പലരും പേടിക്കുകയാണ് കേരളത്തിൽ വരാൻ. നിർമ്മലാ സീതാറാം ലോക്സഭയിൽ പറഞ്ഞില്ലേ, നോക്കി നിന്നിട്ട് 2000 രൂപ വാങ്ങിച്ചോളൂ. ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞത്ത് യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റാണ് ഞാൻ അറിഞ്ഞത്, തുറമുഖത്തിൻ്റെ അകത്ത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കാർഡ് കൊടുത്തിട്ടില്ല. അത് നമ്മുടെ ഉദ്യോഗസ്ഥന് അറിയാമായിരിക്കും. പക്ഷെ പുറത്തുള്ള പേര് വെച്ച യൂണിയൻ അകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കാൻ പോയി. അപ്പോൾ വിളിച്ച് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. കാരണം പോർട്ടിനകത്ത് യൂണിയൻ അനുവാദം കൊടുത്തിട്ടില്ല, സർക്കാരും കൊടുത്തിട്ടില്ല. പക്ഷെ മുഷ്കാണ്. പല ദിവസം അവിടെ വർക്ക് തടസ്സപ്പെടുത്തി. എങ്കിൽ പോലും 1-2 ദിവസം ചെയ്തുള്ളൂ കേട്ടോ വർക്ക് തടസ്സം. പക്ഷെ മറ്റവർ 140 ദിവസമാണ് ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ എന്നേത് ഉദ്ഘാടനം കഴിയേണ്ടത്? എന്തിൻ്റെ പേരില? നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മതമുണ്ടോ എന്ന് ചോദിച്ചാൽ മതമുണ്ട്. മതത്തിൻ്റെ പേരിൽ തന്നെയാണ് അവിടെ തടസ്സപ്പെടുത്തിയത്. ഇല്ല എന്ന് ആരും മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെയും ഇവിടെ ഇരിക്കുന്ന സതീഷ് ഗോപി സാർ, അദ്ദേഹം തുറമുഖ വകുപ്പിലെ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ കാല് വെട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങളൊപ്പം നിന്നു. NSS ഉണ്ടായിരുന്നു, SNDP ഉണ്ടായിരുന്നു, പുലേർ മഹാസഭ, തണ്ടാൻ സഭ, വെള്ളാള സഭ. അതിനെല്ലാത്തിലും ഉപരിയായിട്ട് ആ നാടിനെ സംരക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞങ്ങളുടെ വീടുകളെല്ലാം അടിച്ചു തകർത്തപ്പോൾ ഞങ്ങളുടെ സമരത്തിന് വന്ന നമ്മുടെ യുവാക്കന്മാരെ കൊല്ലാൻ വേണ്ടി തയ്യാറായപ്പോൾ ആ നാട്ടുകാർക്ക് സംരക്ഷണവുമായിട്ട് RSS എന്ന് പറയുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനം ഈ നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടടിച്ചതിൻ്റെ അന്ന് രാത്രി 7 മണി മുതൽ രാത്രി 11 മണി വരെ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസ് സംഘത്തിൻ്റെ പ്രവർത്തകർ ഉപരോധിച്ചു, ഐക്യവേദിയുടെ ലേബലിൽ. അത് കഴിഞ്ഞ് 3 ദിവസം പിറ്റേ ദിവസമാണ് സ്റ്റേഷൻ അടിച്ചു തകർത്തത്. 65 പോലീസുകാരെ വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ 65 പോലീസുകാരെ ക്രൂരമായിട്ട് പോലീസ് സ്റ്റേഷൻ തീവച്ചു, ജീപ്പുകൾ കത്തിച്ചു. ആ പോലീസുകാർക്ക് 65 പേർക്ക് പരിക്കുണ്ട്. ഒരാളിൻ്റെ കാല് 2ആയിട്ട് മുറിഞ്ഞു പോലീസുകാരൻ്റെ. പോലീസ് സ്റ്റേഷൻ മുഴുവൻ ആക്രമിച്ചില്ലാതാക്കി. നിങ്ങൾക്കറിയോ, ഇതുവരെ ഒരു കുഞ്ഞിനെ, വീഡിയോ ഉണ്ട്, CCTV ഉണ്ട്, ഒരു കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല.
യവനെ ഒരു ലോഹയിട്ട ഒരുത്തനെ അന്ന് അതിൻ്റെ സ്റ്റേഷൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരാളിനെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ വിഴിഞ്ഞത്ത് പിന്നെ തടസ്സം ചെയ്യാൻ വരില്ലായിരുന്നു. അവൻ്റെ ജന്മത്തിലും ആ പോർട്ടിനെതിരായിട്ട് വരില്ലായിരുന്നു. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. 2 വർഷം കഴിഞ്ഞു. ഇതാ 3ാമത്തെ വർഷം. ആഗസ്റ്റ് ആകുമ്പോൾ സമരം തുടങ്ങിയിട്ട് 3 വർഷമാണ്. ഞാനിത് പറയുമ്പോൾ എന്നെ ഈ പരിപാടിയിൽ ക്രിസ്ത്യൻ സഹോദരന്മാർ പങ്കെടുക്കുന്നുണ്ട്, എനിക്കറിയാം. മുസ്ലിം സഹോദരന്മാർ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം വികസനത്തിന് അനുകൂലമാണ്. പോർട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, അനുകൂലതയുള്ളവരാ. ഞങ്ങളെന്ന് അനുകൂലിച്ചു നിന്നു പോർട്ടിന് അനുകൂലമായിട്ട് നിന്ന് നിങ്ങൾക്കറിയോ, ഒരാളിന് പോലും, ഒരു കുടുംബത്തിന് പോലും അതിൻ്റെ അകത്ത് ഒരു നേട്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളാരും അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ പട്ടിണി പാവങ്ങൾ ധാരാളമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇദ്ദേഹത്തിനെ പോലെയുള്ള വ്യവസായികൾ അവിടെ വ്യവസായം ആരംഭിക്കും, അതിൽ ഞങ്ങളുടെ 10 പിള്ളേർക്ക് ജോലി കിട്ടും. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം പേര് തിരുവനന്തപുരം ജില്ലയിലുണ്ട്, അല്ലേ? എന്നെ വിളിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് ജോലി കിട്ടില്ല എന്നാണ്, അല്ലേ? സംസാരിച്ചിട്ടുള്ളവർക്കറിയാം. പുറത്ത് ധാരാളം കമ്പനികൾ വരും, വെയർഹൗസ് കമ്പനികൾ, ലോജിസ്റ്റിക് കമ്പനികൾ ഒക്കെ ധാരാളം വരും, ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനികൾ. ഇതിൽ കണ്ടെയ്നർ പാർക്കുകൾ, കണ്ടെയ്നർ യാർഡുകൾ, ട്രക്ക് യാർഡുകൾ, ട്രക്ക് വർക്ക്ഷോപ്പ്, ഇതിലെല്ലാം നമുക്ക് ജോലി കിട്ടും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വലിയൊരു ബോധവൽക്കരണം. എന്തൊക്കെയാണ് അവിടെ സംരംഭങ്ങൾ വരുന്നത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന്, ലോജിസ്റ്റിക് ആൻഡ് ട്രാൻസ്പോർട്ട്. എഴുതിയെടുക്കുന്നുള്ളവർ ഒന്ന് സ്പീഡിൽ എഴുതിയെടുക്കുക. സ്ഥാപനങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ളവർ, അവർക്ക് ടേസ്റ്റുള്ള സ്ഥാപനങ്ങൾ പുറത്ത് തുടങ്ങുക, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിലെന്തെന്ന് പറഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതി ഇത് സംഗതികളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കണ്ടെയ്നർ ട്രക്കിംഗ്, ഈ ട്രാൻസ്പോർട്ടേഷൻ. ഏകദേശം 5 ഷിപ്പുകൾ ഒരു ദിവസം വരുമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 1,00,000 കണ്ടെയ്നറാണ് അവിടെ വരുന്നത്. ഈ കണ്ടെയ്നറുകൾ പുറത്തോട്ട് പോകണം. പോട്ടെ, ഒരു ദിവസം 25,000 കണ്ടെയ്നർ പുറത്തോട്ട് പോയാലും 25,000 ട്രക്കുകൾ അവിടെ വേണം, അത്രയും കണ്ടെയ്നറുകൾ. അപ്പോൾ വലിയൊരു തൊഴിൽ സാധ്യതയാണ് അവിടെ വരുന്നത്. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് 18 വയസ്സ് കഴിഞ്ഞ് ആരോഗ്യമുള്ളത് വരെ നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റും പോർട്ടിന് പുറത്ത് കമ്പനികളിൽ. രണ്ടാമത്തത്, ഒരു അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി ഇമ്പോർട്ട് എക്സ്പോർട്ട് കേന്ദ്രമായിട്ട് വിഴിഞ്ഞം മാറും. കൊളംബോ പോർട്ടും സിംഗപ്പൂർ പോർട്ടും പിന്നെ ദുബായ് പോർട്ടും തകർന്നു പോവും. ഇനി വിഴിഞ്ഞമാണ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ വിഷയം എന്നത് ആ പേര് വെച്ചതിലാണ്. വിഴിഞ്ഞം എന്നുള്ള മാറ്റി തിരുവനന്തപുരം എന്നാക്കിയിരുന്നു എങ്കിൽ ഈ അണ്ണന്മാർ അവിടെ വന്ന് സമരം ചെയ്യില്ലായിരുന്നു, അല്ലേ? വിഴിഞ്ഞം അവരുടെ എന്തോ കുത്തകയെന്നാണ് ധാരണ. ഇദ്ദേഹം ശംഖുമുഖത്ത് പോയപ്പോൾ ഇവിടെ വരാൻ പാടില്ല, അദാനി ഇവിടെ വരാൻ പാടില്ല. നമ്മുടെയൊക്കെ സ്ത്രീകളെ എന്തെല്ലാം പറഞ്ഞെന്നറിയോ ഇവർ ടി വിയിലൂടെ? അന്നത്തെ വീഡിയോ കണ്ടവരൊക്കെ അറിയാം. ഇപ്പോൾ അതിലൊക്കെ ചിലർ നെളിഞ്ഞിരുന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങളെ അടിക്കാമെന്നവർ അതിൻ്റെ അകത്ത്, അല്ലേ? കഴിഞ്ഞ ഇതിൽ പേരുകളൊക്കെ വന്നല്ലോ, ജോലി കൊടുത്ത 9 ആളുകളുടെ പേരൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ നമുക്കറിയാം. ആ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണണം. ഞാനിത് പറയാനുള്ള കാരണം എനിക്ക് നല്ല വികാരമുണ്ട്. കാരണം നമ്മുടെ ആളുകൾ മരണതുല്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ കിടന്നത്. ആരും തിരിഞ്ഞു നോക്കാനില്ല, നമ്മൾ മാത്രം, പിന്നെ സംഘത്തിൻ്റെ ആളുകളും. അടുത്ത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അറിയാമല്ലോ. അതായത് ഷിപ്പിൽ വരുന്ന വേസ്റ്റ് സാധനങ്ങൾ ധാരാളം വരും. ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സംവിധാനമുണ്ട്. അതായത് ചെറിയ ഡാമേജ് വന്നതെല്ലാം തന്നെ പിന്നെ അത് തിരിച്ചു വിടില്ല, എവിടെയെങ്കിലും പോയിട്ട് അത് വേസ്റ്റ് ഇല്ലാതാക്കണമെന്നാണ്. അതിൽ ടി വി വരും, മൊബൈൽ വരും, ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ. ഇത് വലിയൊരു സംഗതിയാണ്. അതേപോലെ തന്നെ ഈ ഷിപ്പിൽ വരുന്ന പായൽ, അതേപോലെയുള്ള വേസ്റ്റുകൾ, ഇതെല്ലാം ക്ലീൻ ചെയ്ത് വേറെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് ഇതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു സംവിധാനമാണ്. കൂടുതൽ പഠിക്കണമെന്നുള്ളവർ ഞാൻ ഈ പറയുന്ന ഓരോ സംഗതികളായിട്ട് എടുത്തിട്ട് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യണം. എല്ലാം പറഞ്ഞു പോകാൻ പറ്റില്ല, നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ ആരും കാണില്ല. ആരെങ്കിലും ഉണ്ടോ? ചില വിദ്വാൻമാരുണ്ട്, അവർ പറയണത് നമുക്ക് മനസ്സിലാവില്ല. യൂട്യൂബിൽ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒന്നുമില്ല. ആകപ്പാടുള്ളത് സതീഷ് ഗോപി സാർ പറയുന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം പണം തട്ടിക്കാൻ വേണ്ടിയിട്ട് പണം വച്ചിട്ട് സെമിനാർ. ഇന്ന് ഇതേപോലത്തെ ഇപ്പം നടക്കുന്ന ഈ സെമിനാറിന് 3000 രൂപ ഫീസ് വാങ്ങിയിട്ട് അപ്പോളോ ഡിമോറയിൽ വെച്ച് നടത്തും. ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറയുന്നത്. പക്ഷേ അവിടെ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല. അതിൽ പങ്കെടുത്ത ചിലരൊക്കെ ഇതിലുണ്ട്,
3000 രൂപ ഫീസ് കൊടുത്തിട്ട്, അല്ലേ? എന്തെങ്കിലും മനസ്സിലായോ? ട്രാൻസ്പോർട്ടേഷൻ പോലെ എന്ത് എന്ന് പറഞ്ഞു തരാൻ തയ്യാറായില്ല. അടുത്ത് തീരദേശ സർവീസ് സ്ഥാപനങ്ങൾ വരും. അടുത്ത ഏറ്റവും വലുത് നമ്മുടെ രാജശേഖർജിയുടെ ഫീൽഡാണ്. അത് ടൂറിസം ഹർബ്. കോവളത്ത് 1000 ഏക്കറിൽ ഹെൽത്ത് ടൂറിസം വരികയാണ്, സർക്കാർ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് അവിടെ നിലനിൽക്കും, അത് പോയിട്ടെടുക്കുകയാണ്. എന്തിനാ? ക്രൂ ടൂറിസം വലിയൊരു സാധ്യതയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ, നമ്മുടെ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, എല്ലാ പ്രായത്തിലുള്ളവർക്കും അവിടെ ജോലി ലഭിക്കും. ഇപ്പോൾ രാജശേഖർജിയുടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ 35 വയസ്സിന് താഴെയുള്ളവരൊന്നുമല്ല, ആരോഗ്യമുള്ളവരെല്ലാം അവിടെ ജോലിക്കെടുക്കും. അടുത്ത് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ വേണം അവിടെ, വേണ്ടേ? ഇപ്പോൾ മറൈൻ ഫിറ്റർ വേണം. ഇത് പഠിപ്പിക്കുന്ന സ്ഥാപനം തിരുവനന്തപുരത്ത് എവിടെയുള്ളത്? ഉണ്ടോ? ഫിറ്റർ സർക്കാർ പഠിപ്പിക്കുന്നുണ്ട്. മറൈൻ ഫിറ്റർ പഠിക്കാൻ എവിടെ കേന്ദ്രമുള്ളത്? മറൈൻ കോഴ്സ് പഠിപ്പിക്കാൻ എവിടെ സർക്കാർ കേന്ദ്രമുള്ളത്? പിന്നെ ഉണ്ട് ലോജിസ്റ്റിക്സ് സ്ഥാപനമുണ്ട്. എത്ര ഫീസ്? 1,30,000. അതേ കോഴ്സ് തന്നെ കെൽട്രോൺ പഠിപ്പിക്കുന്നു 28,000 രൂപയ്ക്ക്. ഇനിയിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ ഈ വർഷം മുതൽ വിഴിഞ്ഞം തുറമുഖത്തിൽ ജോലി ലഭിക്കാൻ കഴിയുന്ന ചില കോഴ്സുകൾ അവിടെ ആരംഭിക്കുന്നത് വളരെ ശുഭകരമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, അപ്പോൾ അവിടെ അധ്യാപകർക്ക് ജോലിയില്ലേ? ആ ട്രേഡ് അറിയാവുന്നവർക്കെല്ലാം അവിടെ ജോലി കിട്ടില്ലേ? അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് വേണ്ടേ? എത്രയോ സ്ഥാപനങ്ങൾ വേണ്ടി വരും. അടുത്ത പാസഞ്ചർ ക്രൂയിസ് ഹബ്ബ് വരും, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ടൂറിസ്റ്റ് സംവിധാനങ്ങൾ. ഈ വരുന്ന വിദേശികൾക്ക് അവിടെ അവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻറ്ററുകൾ ഉണ്ടാവണം. പിന്നെ വരുന്നതോ ഫ്രീ ട്രേഡ് സോണുകൾ. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ വരേണ്ടത് എക്കണോമി സെസ്സാണ് വരേണ്ടത്. ഒരു രാഷ്ട്രീയക്കാരനും ഒരു ട്രേഡ് യൂണിയനുകാരനും അതിനകത്ത് കയറി കളിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്കുള്ളത്. ട്രേഡ് യൂണിയൻ വന്നാൽ അവിടെ തൊലയും. അതുപോലെ തന്നെ ഓയിൽ റിഫൈനറികൾ, വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോൾ കെമിക്കൽ യൂണിറ്റുകൾ, ഇതെല്ലാം ഇപ്പോൾ തന്നെ 8 പെട്രോൾ പമ്പുകൾ വന്നു. ഈ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെട്രോൾ പമ്പിൽ 10 പേർക്ക് ജോലിയുണ്ടെങ്കിൽ ഒരു 50 പെട്രോൾ പമ്പ് ആ ഒരു 5 കിലോമീറ്ററിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എത്ര പേർക്കാണ് അവിടെ ജോലി കിട്ടുന്നത്? ഇതൊക്കെയാണ് ജോലി, അല്ലേ? തുറമുഖത്തിൻ്റെ അകത്ത് ഇപ്പോൾ അവിടെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജോലി എല്ലാവരും ആവശ്യപ്പെടുന്ന ക്രെയിൻ ഓപ്പറേറ്ററെ കിട്ടുമെന്ന. നമ്മൾ ഈ പറയുന്ന മാനുവൽ ക്രെയിൻ ഓപ്പറേഷൻ അല്ല അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ബെൽറ്റ് ഓപ്പറേഷനാണ്. അത് പെൺകുട്ടികൾക്ക് അവിടെ പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അവിടെ പോർട്ടിൽ. പിന്നെ ഡ്രൈവറെ എടുക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് 15 വർഷത്തെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അതല്ല, അവിടെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഹെവി ലൈസൻസ് ഉള്ള 5 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് അദാനി പോർട്ടിൽ അവിടെ ഇത് കൊടുക്കുന്നുണ്ട്, പരിശീലനം കൊടുക്കുന്നുണ്ട്. അവർക്കാണ് അവിടെ ജോലി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് 19-20 പേർക്ക് ആ മേഖലയിൽ അവിടെ ഉള്ളവർക്ക് തന്നെ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ടെക്നോളജി ആൻഡ് IT. തുറമുഖം കേന്ദ്രീകരിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, പിന്നെ ഡാറ്റ മാനേജ്മെൻറ്റ് സെൻറ്ററുകൾ. ഇപ്പോൾ IT സെക്ടറിലുള്ള പലരും ചോദിക്കാറുണ്ട്, എന്ത് നമുക്ക് കിട്ടും, എന്ത് ജോലി ചെയ്യാൻ കഴിയും, എന്ത് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ എന്നെ ബന്ധപ്പെട്ടിട്ട് ഒരു 50 കോടി രൂപ വരെ ചിലവഴിക്കാൻ കഴിയുന്ന ഒരു IT കമ്പനി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപടിയുള്ള IT കമ്പനികൾക്ക് വിഴിഞ്ഞത്ത് വലിയ സാധ്യതയുണ്ട്. പിന്നെ ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ വരും. പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനികൾ, ഷിപ്പിംഗ് ഏജൻസികൾ, വെയർഹൗസ് ആൻഡ് സ്റ്റോറേജ് സ്ഥാപനങ്ങൾ, ട്രക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, കസ്റ്റം ബ്രോക്കേഴ്സ്, മറൈൻ സർവീസ് സെൻ്ററുകൾ, ഷിപ്പിംഗ് കണ്ടെയ്നർ സ്ഥാപനങ്ങൾ, കോൾഡ് സ്റ്റോറേജ് സ്ഥാപനങ്ങൾ. ഞാനെല്ലാം പറഞ്ഞു പോകാനേ പറ്റുള്ളൂ, കാരണം 40 മിനിറ്റാണ് സമയം തന്നിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു പോകാനേ കഴിയുള്ളൂ. എന്തെങ്കിലും ഇത് കൂടുതൽ എന്നിൽ നിന്ന്, ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ സുനിൽ സാറിനെ നിങ്ങൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തതയോടുകൂടിയിട്ട് മറ്റുള്ളവരെ പോലെയല്ല ജാടയൊന്നും കാണിക്കാതെ കൂളായിട്ട് മറുപടി തരും. പിന്നെ സെക്യൂരിറ്റി സർവീസ്, കൺസ്ട്രക്ഷൻ ആൻഡ് എൻജിനീയറിംഗ്.
80 കിലോമീറ്ററാണ് റോഡ് വരുന്നത്. അതിൻ്റെ 2.5 കിലോമീറ്റർ വീതം ഗ്രോത്ത് കോറിഡോറാണ്. നാവായിക്കുളം വരെ, കാട്ടാക്കട, നെടുമങ്ങാട്, നാവായിക്കുളം 80 കിലോമീറ്റർ ഗ്രോത്ത് കോറിഡോറാണ്. അവിടെ മുഴുവൻ വ്യവസായം വരും. എന്തൊക്കെ വ്യവസായങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നത്? പിന്നെ റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ ആൻഡ് സപ്ലൈ സ്റ്റോറുകൾ. അതായത് ഒരു ദിവസം ഒരു 25,000 1 ലിറ്റർ വെള്ളം വിൽക്കണമെന്ന് വയ്ക്കുക. 1000 ബോട്ടിൽ വിറ്റാൽ തന്നെ നമുക്ക് 10 രൂപ വെച്ച് നോക്കിയാലും 10,000 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും. ഒരാൾ 1000 ബോട്ടിൽ വെള്ളം 7 രൂപയാണെന്ന് തോന്നുന്നു അല്ലേ ഹോൾസെയിൽ വില? ഇവിടെ ആരുണ്ട് ഹോൾസെയിൽ എടുക്കുന്നത്? 7 രൂപ എന്നല്ല വിൽക്കുന്നത്, 20 രൂപയ്ക്ക് എന്നല്ല. അപ്പോൾ എത്ര രൂപ പോട്ടെ, 10 രൂപയ്ക്ക് എടുത്തിട്ട് 20 രൂപയ്ക്ക് വിറ്റ് നിൽക്കുക. 1000 ബോട്ടിൽ വിറ്റാൽ 10,000 രൂപ വൈകുന്നേരം കൊണ്ട് പോയില്ലേ? അവിടെ വന്നു പോകുന്ന ആൾക്കാർ ഏകദേശം 1,00,000 പേര് വരും. നിങ്ങളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നതാരാ? മിക്കവാറും ട്രക്ക് ഡ്രൈവർമാർ, ക്ലീനർമാർ, അവിടെ മറ്റ് ജോലിക്ക് വരുന്നവരാ. വലിയ ഉദ്യോഗസ്ഥന്മാരൊന്നും അവിടെ വരില്ല. അവർ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഫുഡ് ഹബ്ബിൽ നിന്ന് 60 രൂപയ്ക്ക് മീൽസ് വാങ്ങിയിട്ട് ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച് അവൻ കുടിച്ച് കൈവൃത്തിയാക്കി പോകുന്നതായിരിക്കും കാണുന്നത്. അപ്പോൾ 1000 ബോട്ടിൽ, അപ്പോൾ എത്ര പേർക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 25-30 പേർക്ക്, ഞാൻ പറഞ്ഞ 25,000 ബോട്ടിൽ പോയാലേ വലിയൊരു സാധ്യതയല്ലേ? ഇതിനെയാണ് അവിടെ തകർക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ വന്നത്. ഇത് വിദ്യാഭ്യാസം വേണോ? നമുക്ക് കാശുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കടം തരാൻ ഉമാശങ്കറിനെ പോലുള്ള ഹോൾസെയിൽ ഡീലേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അവർ തരും. അതേപോലെ തന്നെ അവിടെ SNDPയുടെ നമ്മുടെ നേതാവായിട്ടുള്ള TN സുരേഷ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട്, അവരൊക്കെ സഹായിക്കും. അപ്പോൾ ഈ വാട്ടർ സപ്ലൈ തന്നെ വലിയ ഒരു, എന്നെക്കാൾ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന സതീഷ് ഗോപി സാറോടെ ഉണ്ട്. അദ്ദേഹം എനിക്ക് ഗുരുതുല്യനാണ്. അദ്ദേഹം കൂടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ആ കാര്യങ്ങൾ, അപ്പം ഞാൻ പറയുമ്പോൾ കൃത്യതയോടുകൂടി പൊലിപ്പിച്ചൊന്നും പറയാതെയാണ് ഞാൻ ശ്രമിക്കുന്നത്. നാടൻ ശൈലിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ചിലപ്പോൾ നിലവാരം അല്പം കുറഞ്ഞുപോയി എന്ന് ധരിക്കേണ്ട, നമുക്ക് കിട്ടുന്ന ഗുണം എന്ത് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ഓവർകോട്ടൊക്കെ ഇട്ട് വലിയൊരു പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് വന്നിട്ട് നിങ്ങളുടെ മുന്നേ വന്ന് അവതരിപ്പിക്കാം. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ മാത്രം ഇത് ഇവിടെയുമുണ്ട്. പക്ഷേ അവിടെ ഒരു ഫീസ് വാങ്ങിയിട്ട് ആ കോഴ്സ് നടത്തിയത്. അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരും എറണാകുളത്തും നടന്ന മീറ്റുകൾ, അതിൽ വിഴിഞ്ഞ എനിക്കൊരു വിഷയമായിട്ട് അവർ തന്നിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പെട്ടെന്ന് ഒരാളിന് 50,000 രൂപ വേണം. നിങ്ങൾക്ക് ഒരു നാട്ടിൽ ബ്ലൈഡ് കമ്പനി എന്ന് പറയും, സ്വർണം പണയം വയ്ക്കുന്ന സ്ഥാപനം തുടങ്ങിയാലും ജീവിച്ചു പോകാം. പിന്നെ നിധി കമ്പനികളാവാം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാവാം, ചെറിയ ചെറിയ ഫിനാൻസുകൾ, ഇതൊക്കെ ആ പ്രദേശത്ത് വളരെയധികം സാധ്യതയുണ്ട്. പിന്നെയോ ലീഗൽ കൺസൾട്ടൻസി. തിരുവനന്തപുരത്ത് ഇപ്പോൾ മറൈൻ ലാ കൈകാര്യം ചെയ്യുന്ന ആരുമില്ല. ഭാവിയിൽ മറൈൻ കോർട്ട് തിരുവനന്തപുരത്ത് വരും. പിന്നെ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ആവശ്യമായിട്ട് വരും. പിന്നെയോ എല്ലാവരും ചോദിക്കുന്നത് എനിക്കൊരു സെക്യൂരിറ്റി ജോലി കിട്ടുമെന്നാണ് ചോദിക്കുന്നത് അല്ലേ? അതിനും വലിയ സാധ്യതയാണ്. പക്ഷേ പോർട്ടിൻ്റെ അകത്ത് കിട്ടില്ല. അവിടെ CISF അല്ലേ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സ്, അവരാണ് അവിടെ സെക്യൂരിറ്റി നിയന്ത്രിക്കുന്നത്. നമുക്ക് പുറത്ത് സെക്യൂരിറ്റി സർവീസ് ധാരാളം ജോലി വരും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു ബിസിനസ്സുണ്ട്. ഇങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഒരു ബിസിനസ്സുണ്ട്, റിയൽ എസ്റ്റേറ്റ് അല്ലേ? ധാരാളം പേര് അതിൻ്റെ ഫീൽഡാണ്. നമ്മളതിൽ മുഖം ചുളിക്കേണ്ട, നല്ല ഫീൽഡ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റു പലരും കയറി വരുന്നതിന് മുമ്പ് നമ്മുടെ ആൾക്കാർ ഇപ്പോൾ അവിടെ കൈയടക്കി കഴിഞ്ഞു. മുഴുവൻ മാഫിയൊക്കെ ഒന്നും ഇപ്പോൾ അവിടെ വരാൻ നിവർത്തിയില്ല. കാരണം എന്താ? അവിടെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിലായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖല നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ളവർ നന്നാവട്ടെ, മനസ്സിലായല്ലോ. റിയൽ എസ്റ്റേറ്റ്, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, അപ്പോൾ ധാരാളം കമ്പനികൾ അവിടെ വരും. ആ കമ്പനികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ട 3 ഏക്കർ ലീസിന് വേണമെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വാങ്ങിയിട്ട് തരാം, പക്ഷേ 5 പേർക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ജോലി കൊടുക്കണം അവിടെ. ഓക്കെ, തരാം. അപ്പോൾ ബാക്ക് സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് അവിടെ കിട്ടും എന്ന് കമ്പനികൾക്ക് ഉറപ്പായി കഴിഞ്ഞു അല്ലേ? ഈ എല്ലാവർക്കും ആവശ്യം എന്താണ്? എന്തോ വാക്ക് പറയണത്,
ഗ്രൗണ്ട് സപ്പോർട്ട്, അതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ വരുന്ന ഏത് കമ്പനിക്കും കിട്ടും. ഏത് ട്രേഡ് യൂണിയൻ അങ്ങനെ രംഗത്ത് വന്നാലും നമ്മൾ അപ്പോഴും തന്നെ ആ രീതിയിൽ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. അങ്ങനെ ഈയിടയ്ക്കൊരു സമരം നടന്നപ്പോൾ ഞങ്ങളതിന് വലിയൊരു പ്രചരണം കൊടുത്തു. പിന്നെ അടങ്ങി മര്യാദയ്ക്ക് ഇരുന്നു. അങ്ങനെയാണ് അത് വീണ്ടും അതിനെ ബംഗാളി മുക്തമായിട്ടുള്ള അതെ. പിന്നെ വേറൊന്ന്, നമ്മൾ നന്നായിട്ട് അവിടെ ഇതിനു വേണ്ടി പോയില്ലെങ്കിൽ ബംഗാളികൾ ഇത് കൈയടക്കും. ഇപ്പോൾ തമിഴന്മാരകത്ത് കയറി തുടങ്ങി. ഇത് നമ്മുടെ എല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടെ അദാനി കമ്പനിക്കും ബിസിൽ കമ്പനിക്കും എൻ്റെ അഭിപ്രായം നിങ്ങളെല്ലാം മെയിൽ അയക്ക്. എന്താ ഒരു മെയിൽ അയച്ചൂടെ? എല്ലാവരും ഒരു പരാതി അയക്ക്. വീട്ടുകാരും നാട്ടുകാരും മുഴുക്ക ഒരു ക്യാമ്പയിനായിട്ട് നടത്തൂ. തിരുവനന്തപുരത്ത് ജോലി വേണം, വിഴിഞ്ഞത്തുള്ളവർക്ക് ജോലി കൊടുക്കണ്ടേ? അവിടെ ഉള്ളവർക്ക് കിട്ടുന്നില്ല. പക്ഷേ എല്ലാവരെയും ധാരണ എന്തെന്നറിയോ? എല്ലാവർക്കും ഒരു ഭാഷ അറിയായിരിക്കും. BJP-കാർ പറയുന്നത് CPM-കാരാണ് ആളിനെ കയറ്റണമെന്നാണ്. CPM-കാർ പറയണത് BJP-കാരാണ്, അദാനി BJP-യുടെ ആളാണ്. പക്ഷെ നമ്മൾ ആരും പറയണത് ആരും അവിടെ കേട്ടിട്ടില്ല. ഒരാളിന് പോലും ഒരു ട്രെയിനിങ്, ലാഷർ എന്ന് പറയുന്ന ട്രെയിനിങ്ങിന് ഞാൻ 1 വർഷമായിട്ടൊരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി കൊടുത്തിട്ട് തന്നിട്ടില്ല. അപ്പോൾ അത് ജനങ്ങൾ പ്രതികരിക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 6000-ഓളം വരുന്ന നല്ല 6 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതുവഴിയാണ് നമ്മൾ ഇതിൻ്റെ അന്ന് സമരമൊക്കെ നടത്തിയത്. അപ്പോൾ നമ്മൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ അദാനിക്ക് അഹമ്മദാബാദിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മെയിൽ ചെയ്യണം. വിഴിഞ്ഞത്തുകാർക്ക് ജോലി തരുന്നില്ല, തിരുവനന്തപുരത്തുകാർക്ക് ജോലി തരുന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. നമ്മളിപ്പോൾ വിവരാവകാശം കൊടുക്കുന്നുണ്ട്, വെറുതെ ഇരിക്കില്ല. വിവരാവകാശം കൊടുക്കുന്നുണ്ട്. നാട്ടുകാർക്കോടൊപ്പം നമ്മളുണ്ടാവും. ഇപ്പോൾ എയർപോർട്ടിൽ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ടാണ് എയർപോർട്ടിൽ ജോലി കിട്ടാത്തത്. അല്ലേ സതീഷ് ഗോപി സാർ? ഞാൻ പറയട്ടെ, ആ ഭാഗത്ത് മുട്ടത്തറയും ആ ഭാഗത്തുള്ള നമ്മുടെ കുറേ പേരൊന്ന് വിചാരിച്ച് കഴിഞ്ഞിരുന്നു എങ്കിൽ ശബ്ദിക്കാൻ ആളുണ്ടെങ്കിൽ കിട്ടും. ഒരു തമിഴനും അകത്ത് വരില്ല. തമിഴനും കൊടുക്കണം, ആയിക്കോട്ടെ, ക്വാളിഫൈഡുള്ള മലയാളിക്ക് കൊടുക്ക്. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞാനിവിടെ പ്രതിഷേധം അറിയിക്കാൻ വന്നതല്ല. പക്ഷേ അനുകൂലമായിട്ട് നിന്ന ആളുകൾ എതിരായിട്ട് വരുന്ന ഒരവസരം ഉണ്ടാകരുത് എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട്. ഞാനിത് ലൈവ് പോകുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. എനിക്കറിയാം, തത്വമയി ചാനലിന് 8 ലക്ഷം ആൾക്കാരാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ മുഴുവൻ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. നമുക്കെന്തവിടെ നേട്ടം കിട്ടുന്നു എന്നുള്ളത് ഇവരെല്ലാവരും എനിക്കറിയാം. ഇന്ന് വൈകുന്നേരം മുതൽ മെയിൽ അയക്കും. അല്ലേ, ഈ സോഷ്യൽ മീഡിയ വർക്കല്ലേ പാതിരിമാരവിടെ നിന്ന് സമരം പൊളിച്ചുകൊണ്ട് പോയത്? അവിടെ ആൾ കൂടിയത് അങ്ങനെയല്ലേ? എന്നെ അറിഞ്ഞുകൂടാത്ത ആളുകൾ ഞാൻ വിളിച്ചിട്ടാണ് അവിടെ വന്നത്. കേരളം മുഴുവൻ പ്രകമ്പനം കൊണ്ടു ആ സമരത്തിന് അനുകൂലമായിട്ട്. അതേപടി ഉണ്ടാകരുത് എന്ന് പല ഘട്ടത്തിലും ഞങ്ങൾ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നേരിട്ട് അവിടെ അഹമ്മദാബാദിലേക്ക് അയക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അവിടെയല്ലേ പറയാനുള്ളൂ. അതിനോടൊപ്പം തന്നെ ബംഗാളികൾ ധാരാളം പേര് ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതും നമ്മൾ നോക്കണം. നമ്മളെല്ലാം ഒന്ന് വിജിലൻ്റായി ഇരുന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടും. പിന്നെ ഈ പോർട്ടിൻ്റെ 5 കിലോമീറ്റർ ആയിരിക്കും ആദ്യം വികസനം ഉണ്ടാവുന്നത്, ആദ്യ സ്റ്റെപ്പ്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വിഴിഞ്ഞത്ത് 1 സെൻറ്റ് വസ്തുവിന് 25 ലക്ഷം ചോദിക്കുന്നു. ഊരുട്ടമ്പലത്ത് അത് 5 ലക്ഷമേ ഉള്ളൂ. കമ്പനികളിപ്പോൾ അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം ഭൂമി വാങ്ങി തുടങ്ങി അവർ. അവിടെ എവിടെ വന്നാലും നമ്മുടെ നാടിൻ്റെ വികസനം നടന്നാൽ മതി. അടുത്ത് പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കുന്നുണ്ട്. ഒന്ന് ഹെൽത്ത് ടൂറിസം. ഞാൻ നേരത്തെ പറഞ്ഞ 1000 ഏക്കറെന്ന് 1600 ഏക്കറാണ് കോവളത്ത് ഹെൽത്ത് ടൂറിസം. അറിയാമല്ലോ, അതിൻ്റെ ആയുർവേദ ഡോക്ടർമാർ, സിദ്ധ ഡോക്ടർമാർ, മാസേഴ്സ്, അതായത് ഗാർഡനേഴ്സ്, ഇങ്ങനെ ഒത്തിരി സാഹചര്യങ്ങൾ അതിൻ്റെ അകത്ത് വരും. നാളെ അല്ല, ക്രമേണ വരുമെന്നാണ് പറയുന്നത്. 2, വിഴിഞ്ഞത്ത് 100 ഏക്കറിൽ ലോജിസ്റ്റിക് പാർക്ക് കൊണ്ടുവരുമെന്നാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെങ്ങാനൂർ ഏലായാണ് 1000 ഏക്കർ ഏറ്റെടുക്കും. സർക്കാരാണ് ഏറ്റെടുക്കുന്നത്, അദാനി അല്ല.
ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദാനി 1 സെൻറ്റ് പോലും ഭൂമി അവിടെ വാങ്ങില്ല എന്നുള്ളതാണ്. 1000 ഏക്കർ ലോജിസ്റ്റിക് പാർക്ക് അതിനെ ഈ കമ്പനികൾക്ക് വാടകയ്ക്ക് കൊടുക്കും. കേന്ദ്ര സർക്കാർ 10 ഏക്കർ ലോജിസ്റ്റിക് പാർക്കിന് 7 കോടി രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത്. 5 ഏക്കർ ലോജിസ്റ്റിക് പാർക്കിന് 3 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി കൊടുക്കുന്നത്. അടുത്ത് വരുന്നത് കാട്ടാക്കട 1820 ഏക്കറിൽ ഇൻഡസ്ട്രിയൽ സെൻ്ററാണ്. ഗ്രീൻ ആൻഡ് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ കാട്ടാക്കട 1820 ഏക്കറിൽ എത്രമാത്രം ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടും? വെറുതെ ജോലി കിട്ടില്ല, അതിനുവേണ്ടി പഠിക്കണം. പിന്നെയോ നെടുമങ്ങാട് 1378 ഏക്കറിൽ റീജിയണൽ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹബ്ബ്. ഇതെല്ലാം സർക്കാരാണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഇത് വാടകയ്ക്ക് കൊടുക്കും. പിന്നെയോ കമ്പനികൾക്ക് ഈ വ്യവസായങ്ങൾ നടത്താൻ വേണ്ടി സർക്കാർ വാടകയ്ക്ക് കൊടുക്കും ലീസിന്. വെമ്പായത്ത് 1835 ഏക്കറിൽ മെഡിസിൻ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഫാർമസിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക്, ആ തലത്തിൽ വിദ്യാഭ്യാസമുള്ളവർക്ക് എല്ലാം തന്നെ ഈ മേഖലയിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വരുന്നത് വെമ്പായത്താണ്. മംഗലാപുരത്ത് ടെക്നോസിറ്റി. ഇത് ബോറാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? എന്തേ? വെമ്പായത്ത് മെഡിസിൻ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രി, മംഗലാപുരത്ത് IT ഹബ്ബ്. അതിലിപ്പോൾ മംഗലപുരം ടെക്നോസിറ്റിയിൽ IT ഹബ്ബ് 1574 ഏക്കറാണ്. ഇപ്പോൾ 500 ഏക്കർ എടുത്തു. അത് കേന്ദ്ര സർക്കാർ നിയോപോളിസ് പദ്ധതിയിൽ ഇപ്പോൾ 1000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനി 1000 ഏക്കർ കൂടെ എടുക്കും. 2030 അവിടെ മാത്രം 3 ലക്ഷം ആൾക്കാർക്ക് 2 ലക്ഷം ആൾക്കാർക്ക് ജോലി കൊടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. മംഗലപുരം അതിൽ ടെക്നോ പാർക്കിൽ ഇപ്പോൾ തന്നെ 75,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. അടുത്ത് കിളിമാനൂരിൽ അഗ്രി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രി. ജില്ല മുഴുവൻ ഇത് വ്യാപിക്കുകയാണ്. അത് 1305 ഏക്കർ. കല്ലമ്പലത്ത് 2045 ഏക്കറിൽ അഗ്രോ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രി. അങ്ങനെ 8 ഇൻഡസ്ട്രിയൽ ഹബ്ബ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് വരുന്നത് വിഴിഞ്ഞത്തു നിന്ന് ആരംഭിച്ച് കൊല്ലം, പുനലൂർ, വിഴിഞ്ഞം വരുന്ന ഒരു ട്രയാങ്കിൾ ഡെവലപ്മെൻറ്റ് സോൺ വരുന്നുണ്ട്. അതായത് മലയോര മേഖല നിന്നുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഈ പ്രദേശം, ഇതിനകത്ത് വരുന്ന 172 കിലോമീറ്റർ ഒരു ഡെവലപ്മെൻറ്റ് സോണായിട്ട് മാറുകയാണ്. ഇത് വിഴിഞ്ഞത്ത് മാത്രമല്ല ഒതുങ്ങുന്നത്, തിരുവനന്തപുരവും കൊല്ലം ജില്ലകളിൽ പുനലൂർ വരെ. അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ വരും. ശബരി റെയിൽവേ അതുവരെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നു. മെട്രോ റെയിൽ വരുന്നുണ്ട്. ഇതേപടി നിരവധി വികസനം. 78 കിലോമീറ്റർ റിംഗ് റോഡ്, വിളപ്പിൽശാല, കാട്ടാക്കട ഇതുവഴി വരുന്ന റിംഗ് റോഡ്, അതിൻ്റെ 2 ഭാഗത്തും ബിസിനസ് ഹബ്ബുകൾ, ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇത്രയുമൊക്കെയാണ് പ്രധാനമായിട്ട് ഈ തുറമുഖത്തിന് പുറത്ത് വരുന്ന ജോലി സാധ്യതകളെക്കുറിച്ച് പറയാനുള്ളത്. അതിൽ ഇനി ഒരു 20 ഭാഗം കൂടെയുണ്ട്. ഇനി വരുന്നത് ആ 20 ഭാഗം ഏതെന്ന് ചോദിച്ചാൽ, നമുക്ക് നേരത്തെ പറഞ്ഞ കുറേ ഭാഗങ്ങൾ വരും ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ബാക്കി ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പോൾ അവസാനിപ്പിക്കാം. പിന്നെ വരുന്നത് ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, പിന്നെ ചെറിയ സംരംഭങ്ങൾ എന്തൊക്കെ ആരംഭിക്കാം, അതല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പോൾ നമുക്കാർക്കും ചിലപ്പോൾ കണ്ടെയ്നർ യാർഡ് തുടങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഡ്രൈ സ്റ്റോറുകൾക്ക്, പ്രൊവിഷൻ സ്റ്റോറുകൾ, സാധനങ്ങൾ വിൽക്കുന്നത്, മാംസം വിൽക്കുന്നത്, പച്ചക്കറി, പഴങ്ങൾ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ വിൽക്കുന്ന സ്റ്റോറുകൾ ഇന്നുള്ളതിൻ്റെ 50 ഇരട്ടി വിഴിഞ്ഞം പ്രദേശത്ത് മാത്രം വരും. ഈ ഹബ്ബുകളിൽ, ഇൻഡസ്ട്രിയൽ ഹബ്ബുകളിൽ അതിനുപരിയായിട്ട് വരും. പിന്നെയോ ഇവ സംഭരണം, അത് കേടാകാതെ സൂക്ഷിക്കുന്ന സ്റ്റോറേജുകൾ, ആ സംവിധാനങ്ങൾ വേണം. ഇതെല്ലാം ലീസിന് കൊടുക്കുന്ന അവർക്കും വരുമാനമാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്, ഒരു കണ്ടെയ്നർ വയ്ക്കുന്നതിന് ഒരു സ്ഥലം കൊടുത്താൽ 200 രൂപയാണ് ഒരു ദിവസത്തെ വാടകയെന്ന്. അവരാണ് 3 ഏക്കറിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ലീസിന്. പിന്നെ മെഷീനറി സുരക്ഷാ ഉപകരണങ്ങൾ, ഹെൽമെറ്റുകൾ, എയർ മഡ്സ്, ബോയിലർ സ്യൂട്ട്സ്, അതിൽ ഓവറോൾ സ്യൂട്ട്സ്, ഗൗണുകൾ, ഗ്ലൗസുകൾ, ഇതെല്ലാം വിൽക്കുന്ന
സ്ഥാപനങ്ങൾ, അത് എത്തിച്ചു നൽകുന്ന ഏജൻറ്റുമാർ, ഇങ്ങനെ വലിയ ഒരു വ്യാപാര മേഖലയ്ക്ക് അവിടെ സാധ്യതയുണ്ട്. വെയർ ഹൗസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാക്കിംഗ് മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുന്നതും വിതരണം ചെയ്യുന്നതുമായിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അനന്തമായിട്ടുള്ള സാധ്യതയാണ്. വെയർഹൗസിന് വേണ്ടി സർക്കാർ അവിടെ അദാനിക്ക് 100 ഏക്കർ എടുത്തു കൊടുത്തിട്ടുണ്ട്. കോട്ടുകാളി ഏല, അവിടെ 100 കണക്കിന് വെയർഹൗസ് സ്ഥാപനങ്ങൾ വരും. പിന്നെ വരുന്നത് സുരക്ഷാ ഉപകരണങ്ങളുടെ മെഷീനറി പാർട്സ്, അതായത് ഷിപ്പിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ എൻജിനീയറിംഗ് പാർട്സുകൾക്ക് വലിയ സാധ്യതയുണ്ട്. ഷിപ്പ് പാർട്സുകൾ, മെക്കാനിക്കൽ പാർട്സുകൾ, എൻജിൻ പാർട്സുകൾ തുടങ്ങുക നിർമ്മിക്കുന്ന ചെറിയ എൻജിനീയറിംഗ് സ്ഥാപനങ്ങൾക്കും ഇത് യൂണിറ്റുകൾക്കും അവിടെ വലിയ സാധ്യതയുണ്ട്. അത് വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കും സാധ്യത അവിടെ കൂടുതലാണ്. മെഷീനറികൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, ഇതിൻ്റെ 1 or 2 അല്ല, ധാരാളം വിൽപ്പന കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടാകും. സുരക്ഷാ ഉപകരണങ്ങളുടെ സർവീസ്, എൻജിനീയറിംഗ് പ്രവർത്തനം, ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ, ഇവയുടെ പ്രവർത്തനം, സർവേ, അതേപോലെ തന്നെ 3 മാസത്തിലും വർഷത്തിലുമുള്ള മെയിൻ്റെനൻസുകൾ, ഇവയ്ക്കെല്ലാം സ്ഥിരം കോൺട്രാക്റ്റുകൾ വേണ്ടിവരും. സർവീസ് കൊടുക്കുന്ന കോൺട്രാക്റ്റ്. ഇപ്പോൾ ഷിപ്പിൽ തന്നെ ഇലക്ട്രീഷ്യൻ വേണ്ടി വരും. ഒരു ഷിപ്പ് വന്നു, ചിലപ്പോൾ വെൽഡറെ വേണ്ടി വരും, ചിലപ്പോൾ മറൈൻ ഫിറ്ററെ വേണ്ടി വരും, മറൈൻ പെയിൻറ്ററെ വേണ്ടി വരും. അവർ നേരിട്ട് വിളിക്കുന്നത് ഈ കമ്പനികളായിരിക്കും, അവർക്കായിരിക്കും ഷിപ്പിൽ നിന്ന് ഈ ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഈ തലത്തിലുള്ള ആളുകളെ ഈ കമ്പനികൾ സ്വരൂപിച്ച് അവർക്ക് ജോലി കൊടുക്കും. അത് 2500-3000 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ 1 മണിക്കൂർ നിന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ അവിടെ ആവശ്യം വരും, അതിൽ ധാരാളം ജോലി സാധ്യതയും വരും. പിന്നെ ക്രൂ മാനേജ്മെൻറ്റ്, ഷിപ്പിംഗ് ഏജൻസി സർവീസ്, ഷിപ്പ് മാനേജ്മെൻറ്റ്, അതിലെല്ലാം തന്നെ അത് എഴുതി വയ്ക്കുക. ഷിപ്പിംഗ് സർവീസ്, ഏജൻസി സർവീസ്, ഷിപ്പ് മാനേജ്മെൻറ്റ്, ക്രൂ മാനേജ്മെൻറ്റ്. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 100ഓളം സർവീസുകൾ ക്രൂ മാനേജ്മെൻറ്റിലുണ്ട്. സമയമായി. ക്രൂ മാനേജ്മെൻറ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ഗൂഗിളിൽ നോക്കുക. നമ്മുടെ കുട്ടികളെയും നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർവീസ് സെൻ്ററുകൾ നമുക്ക് ആരംഭിക്കാൻ പറ്റും. പിന്നെ വിസ, അതേപോലെ തന്നെ ഫ്ലൈറ്റ്, പകരക്കാരെ കൊടുക്കുക ജോലിക്ക്, ഷിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ, വിവരസാങ്കേതിക വിദ്യ, ഇതെല്ലാം 100 കണക്കിന് ഷിപ്പ് മാനേജ്മെൻറ്റ് സേവനങ്ങൾ പോർട്ടിൽ വേണ്ടി വരും. കൂടാതെ നാവികരുടെ ഈ സോഴ്സിംഗ് ഉണ്ടാവണം, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ശമ്പള സേവനങ്ങൾ, യാത്രാ ക്രമീകരണങ്ങൾ, ഷിപ്പിൻ്റെയും മറ്റ് അനുബന്ധമായിട്ടുള്ളത്, ഇൻഷുറൻസ് സർവീസുകൾ, ഈ സേവനങ്ങളെല്ലാം നൽകുന്ന 100 കണക്കിന് സ്ഥാപനങ്ങൾ. ഇതിൽ ഇൻഷുറൻസ് ഏജൻറ്റുമാർ തിരുവനന്തപുരത്തുള്ളവരുണ്ട് എങ്കിൽ ആരെങ്കിലും ഉണ്ടോ? ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്ന ജനറൽ ഇൻഷുറൻസ് ഏജൻ്റ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതായത് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള മിക്കവാറും ഷിപ്പിനെ വെസൽ ഇൻഷുർ ചെയ്യുന്നതാണ് അല്ലേ? പക്ഷേ ഷിപ്പിൽ കയറ്റി അയക്കുന്ന മുഴുവൻ സാധനങ്ങൾ ഇൻഷുർ ചെയ്യണം. 20,000 കണ്ടെയ്നറാണ് ഒരു ഷിപ്പിൽ പോകുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര ക്വിൻ്റലാണ് അല്ലെങ്കിൽ ടണ്ണാണ് സാധനങ്ങൾ. ഈ സാധനങ്ങൾ മുഴുവൻ അതാത് റേഞ്ച് അനുസരിച്ച് ഇൻഷുർ ചെയ്യണം. അതിന് ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ഏജൻറ്റുമാർ 100 കണക്കിന് അവിടെ പ്രവർത്തിക്കും. ആ മേഖലയിലുള്ളവർക്ക് വലിയ കാര്യമാണ്. ഇന്ന് പോയിട്ട് നിങ്ങളുടെ ജനറൽ മാനേജറോട് ഈ മറൈൻ ഇൻഷുറൻസിനെ കുറിച്ച് ചിലപ്പോൾ ആദ്യം പറഞ്ഞു തരാൻ സാധ്യതയുള്ളത് വെസൽ ഇൻഷുറൻസ് ആയിരിക്കും കേട്ടോ. അടുത്ത് ബങ്കർ സർവേ, ഇന്ധനം സംബന്ധിച്ചുള്ള സംഗതികളാണ്. അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അതിൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാർക്ക് ആ മേഖലയിൽ ഇതുണ്ട്. അടുത്ത് ബങ്കർ സപ്ലൈ, ഇന്ധനങ്ങൾ, ഡീസൽ, ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഫ്ലൂയിഡ് ഓയിൽ, ഫ്രഷ് വാട്ടർ സപ്ലൈ തുടങ്ങിയ നിരവധി ബങ്കർ സർവീസ് സേവനങ്ങൾ ആ പ്രദേശത്ത് വേണ്ടിവരും. പിന്നെ ഒരു കംഫർട്ടല്ല, കാരണം ഇരുന്ന് പറയുന്നുണ്ടേ ഈ ഡോക്യുമെൻറ്റ്സ് വെച്ച് പറയുന്നത് ആധികാരികത കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് റെക്കോർഡായിട്ട് വെച്ച് പറയുന്നത്. അടുത്ത ഡ്രാഫ്റ്റ് സർവേയർ കമ്പനികൾ, ചരക്കുകളുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ സേവനങ്ങൾ കൊടുക്കുന്നതാണ് അതെല്ലാം. പിന്നെ ഉള്ളത് ധനകാര്യ സേവനങ്ങൾ, മണി എക്സ്ചേഞ്ച്, ഫോറിൻ മണി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ ബാങ്കിങ് സേവനങ്ങൾ,
ദൂരസ്ഥലത്തേക്ക് പണം അയക്കുന്നത്, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ട അനുബന്ധ സേവനങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കേണ്ടി വരും. ചാർട്ടേഡ് അക്കൗണ്ടന്മാർക്ക് ആ മേഖലയിൽ വലിയ തൊഴിൽ സാധ്യതയുണ്ട്. പിന്നെ മെഡിക്കൽ സേവനം, അലോപ്പതി, ആയുർവേദം, ഇതിനെല്ലാം സാധ്യതയുണ്ട്. വൻകിട ഹോസ്പിറ്റലുകൾ അവിടെ വരാൻ കഴിയും. ഇന്നിപ്പോൾ ഇവിടെ പരിപാടിക്ക് കയറുന്നതിന് മുമ്പ് ഒരാൾ പാലക്കാട് ഏതോ ഒരു വലിയ ഹോസ്പിറ്റൽ, അവർക്കിവിടെ ഒരു സേവനം വേണം, ഞങ്ങൾക്കിവിടെ ഹോസ്പിറ്റൽ തുടങ്ങണമെന്ന് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ വൻകിട ഹോസ്പിറ്റലുകൾ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയോ നഴ്സിംഗ് ഹോമുകൾ, ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ, എക്സ്റേ ടെക്നീഷ്യൻ, അതായത് ഷിപ്പിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അടിയന്തര സേവനം അവർക്ക് ഉടൻ തിരിച്ചു പോവേണ്ടതാണ്, അതിന് വേണ്ട സൗകര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിംസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ ആംബുലൻസ് സർവീസോ മറ്റ് മെഡിക്കൽ സേവനങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 10 ചെറുകിട വ്യാപാര അല്ലെങ്കിൽ സംരംഭ സാധ്യതകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നുള്ള തൊഴിൽ നമുക്ക് കിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് ഒരു 2030 ആകുമ്പോൾ ജോലി ലഭിക്കണ്ടേ, അതിന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ചോദിക്കുക, എനിക്ക് 25 അതിന് പറ്റിയതുണ്ട്, എൻ്റെ മകന് 18 വയസ്സായി. അത് നിങ്ങൾ മറൈൻ വിഭാഗത്തിൽ പഠിപ്പിക്കുക. ഇപ്പോൾ കഴിഞ്ഞു, അതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞു. ഏതൊക്കെയാണ്? ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് 4 വർഷമാണ്. സെൻട്രൽ മറൈൻ യൂണിവേഴ്സിറ്റിയാണ് അത്. ഇതുവഴിയാണ്, എൻട്രൻസ് വഴിയാണ് അത് കിട്ടുന്നത്. അടുത്ത് ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്. അടുത്ത് BSc നോട്ടിക്കൽ സയൻസ്. എൻ്റെ വീടിനടുത്തൊരു കുട്ടി BSc നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞ് ഇറങ്ങി, ഇൻറ്റേൺഷിപ്പെല്ലാം കഴിഞ്ഞ് 3 മാസത്തിനകം ഷിപ്പിൽ ജോലി കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾ വീട്ടിലുണ്ട്, 6 മാസം ഷിപ്പിൻ്റെ അകത്താണ്. നല്ല സാലറിയാണ്. കയറിയ സമയത്ത് തന്നെ 60,000 എന്തോ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എന്നുള്ള ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അത് ചെന്നൈയിലും മുംബൈയിലുമാണ് ആ കോഴ്സ് ഉള്ളത്. നേരത്തെ പറഞ്ഞ BSc നോട്ടിക്കൽ സയൻസ് കൊച്ചി, മുംബൈ, വിശാഖപട്ടണം, ഇവിടെ എല്ലാമാണ്. അടുത്ത് BBA ലോജിസ്റ്റിക് ആൻഡ് റീറ്റെയിൽ ഇ കോമേഴ്സ്. BBA ലോജിസ്റ്റിക് ആൻഡ് റീറ്റെയിൽ ഇ കോമേഴ്സ്, അത് 3 വർഷമാണ്. ചെന്നൈ, കൊച്ചിയാണ് സെൻറ്റർ. 12ാം ക്ലാസ്സിലെ ഗ്രേഡ് നോക്കിയാണ് സെലക്ഷൻ. പിന്നെ വരുന്ന അപ്രൻറ്റീസ് BBA മാരിടൈം ലോജിസ്റ്റിക്, അത് എൻട്രൻസ്, കോളേജ് തല എൻട്രൻസ് വഴിയാണ് BBA ഈ അഡ്മിഷൻ ലഭിക്കുന്നത്. BBA മാരിടൈം ലോജിസ്റ്റിക്സ്, ഇത് 3 വർഷമാണ്. പാലക്കാടാണ് സെൻറ്റർ. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളുണ്ട്. MTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, MTech മറൈൻ ടെക്നോളജി, MBA ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്, അത് 2 വർഷം കൊച്ചിയും ചെന്നൈയും ഉണ്ട്. PG ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് 1 വർഷം, മുംബൈ പോർട്ടിലാണ് അതിന് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് PhD, അതേപോലെ തന്നെ MS കോഴ്സുകളാണ്. അത് നമ്മുടെ സെൻട്രൽ മറൈൻ യൂണിവേഴ്സിറ്റി അതിൻ്റെ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട് നോക്കുക. പിന്നെ നമുക്ക് അടുത്ത് പെട്ടെന്ന് കാണാൻ കഴിയുന്ന വേറൊരു യൂണിവേഴ്സിറ്റി നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി കുമാരകോവിലാണ്. അവിടെ ഇപ്പോൾ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, അതായത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി. ചിലപ്പോൾ മറ്റതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വലിയ സാധ്യത നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലുണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജാണ്. പിന്നെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, MBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, അവിടെ കുമാരകോവിലാണ്. അവരുടെ നമ്പർ ഞാൻ അവസാനം അത് പറയാം. താല്പര്യമുള്ളവർ വിളിച്ച് ബന്ധപ്പെടുക. ഇവിടെ ഹിന്ദു സമ്മേളനത്തിൽ നിന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കോൺടാക്റ്റ് ചെയ്തതെന്ന് എവിടെയാണ് നൂറുൽ ഇസ്ലാമി വിളിച്ചിട്ട് അവരോട് പറയുക ആവശ്യക്കാർ. അടുത്ത മാരിടൈം കോഴ്സുകൾ, BCom ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, എഴുതി വെച്ചോളണം. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ കോഴ്സുകളാണ്. എന്താണ് BCom? ഇവിടെ ഉണ്ടോ? കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്? ഇല്ല. BCom ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അടുത്തത് BBA, എന്താണ്?
മൾട്ടി മോഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. പിന്നെയോ MBA ഗ്ലോബൽ പോർട്ട് ലോജിസ്റ്റിക് ആൻഡ് കസ്റ്റംസ് മാനേജ്മെൻറ്റ്. MBA ഗ്ലോബൽ പോർട്ട് ലോജിസ്റ്റിക്സ് ആൻഡ് കസ്റ്റംസ് മാനേജ്മെൻറ്റ്. പിന്നെ വരുന്നത് MSc ബ്ലൂ എക്കണോമി ആൻഡ് മറൈൻ സയൻസ്. ഇത്രയും എവിടെയാ? നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ കുമാരകോവിലുണ്ട്. എല്ലായിടത്തും ബസ് സർവീസ് കിട്ടും. നമ്മുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. എവിടെ? നമ്പർ 89 43 35 24 56. സെൻട്രൽ മറൈൻ യൂണിവേഴ്സിറ്റി, അത് ഓൺലൈനാണ്. ഇവിടെ കൊച്ചിയിലാണ് അതിൻ്റെ സെൻറ്റർ. പിന്നെ ഇന്നിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന കാര്യവട്ടം കോമ്പസിൽ വിഴിഞ്ഞം പോർട്ടിൽ ജോലി കിട്ടാൻ പറ്റുന്ന കോഴ്സുകൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. BC മോഹൻ കുന്നുമ്മൽ. അതിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ നിതി ആയോഗ് പറയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കാണ് അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത്. 89 43 35 24 56. എവിടെയാ? നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി കുമാരകോവിൽ. പിന്നെ പോർട്ടിൽ ചെറിയ കോഴ്സുകൾ നമുക്ക് ജോലി കിട്ടാൻ പറ്റുന്ന, അത് ഞാൻ ഈ പറഞ്ഞ 1,30,000 ഫീസൊന്നും കൊടുത്ത് പഠിക്കാൻ പോണ്ട. അവർ കുറഞ്ഞ ഫീസുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് പോർട്ട് ആൻഡ് ഷിപ്പിംഗ്, ഏകദേശം 150 മുകളിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള കോഴ്സുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്, വെയർഹൗസ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ പറയുന്നത് എഴുതിയെടുക്കാൻ പറ്റിയില്ല എങ്കിലും തത്വമയുടെ ആ ലിങ്ക് എടുത്തിട്ട് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്നത് വീണ്ടും വീണ്ടും ഈ കോഴ്സുകളെ പറ്റി നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. വെയർഹൗസ് മാനേജ്മെൻറ്റ്, 3 ഓഷ്യൻ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ്, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ഇതൊക്കെ 6 മാസം മുതലുള്ള കോഴ്സുകളുണ്ട്. ഫ്രൈറ്റ് ഫോർവേഡിങ്, സ്റ്റോർ ആൻഡ് ഇൻവെൻ്ററി, മാരിടൈം മാനേജ്മെൻറ്റ്, മാരിടൈം എഞ്ചിനീയറിംഗ്, ഷിപ്പ് ബിൽഡിംഗ്, നേവൽ ആർക്കിടെക്ചർ, IT കമ്പ്യൂട്ടർ സയൻസ്, അക്കൗണ്ടിങ് കൈകാര്യം ചെയ്തിട്ടുള്ള, അവിടെ വിദ്യാഭ്യാസമല്ല ആവശ്യം, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് അക്കൗണ്ടിങ് മേഖലയിൽ ഒരു 2 വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ അവിടെ വരുന്ന കമ്പനികളിൽ അക്കൗണ്ടിങ് അറിയാവുന്ന ആളുകൾക്ക്, ടാലി അറിയാവുന്ന ആളുകൾ, അക്കൗണ്ടിങ് അറിയാവുന്ന ആളുകൾക്ക് നേരിട്ട് ഒരു അപേക്ഷ കൊണ്ടുപോയി കൊടുത്താൽ അവർ ജോലി തരും. അപ്പോൾ അക്കൗണ്ടിങ്, ബിസിനസ് മാനേജ്മെൻറ്റ്, ഡാറ്റ മാനേജ്മെൻറ്റ്, ഫിഷറീസ് ടെക്നോളജി, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് മാനേജ്മെൻറ്റ്, മാരിടൈം ലാ, നോട്ടിക്കൽ സ്റ്റഡീസ്, മാരിടൈം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, കസ്റ്റംസ് ചാർട്ടറിങ്, ബ്ലൂ എക്കണോമി, ഷിപ്പ് മെയിൻ്റെനൻസ് കോഴ്സുകൾ. ഇത് കൊച്ചിയിലുണ്ട്. അവിടെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ 2 സ്ഥാപനങ്ങളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. കോൾഡ് ആൻഡ് സ്റ്റോറേജ് കോഴ്സുകൾ, പാക്കിംഗ് കോഴ്സുകൾ, മറൈൻ ഇൻഷുറൻസ്, ഇൻ്റർനാഷണൽ ലാ, കസ്റ്റമർ റിലേഷൻഷിപ്പ് കോഴ്സുകൾ, വെസൽ മോണിറ്ററി, ഡോക്യുമെൻറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, കാർഗോ മോണിറ്ററിങ്, അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോള്, ഫ്രണ്ട് ഓഫീസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ജോലിയാണ്. ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, പർച്ചേസ് മാനേജ്മെൻറ്റ്. ഇതിനെല്ലാം കോഴ്സുകളുണ്ട്. ഓൺലൈനായിട്ടുമുണ്ട്, നേരിട്ടും പഠിക്കാൻ പറ്റും. അടുത്ത് പർച്ചേസ് മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡിംഗ്, ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതാണ്. മർച്ചൻ്റ് നേവി ബാച്ചിലർ കോഴ്സുകളുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള, പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കസ്റ്റംസ് ബ്രോക്കർ ലൈസൻസാണ്. ഷിപ്പിൽ വരുന്ന ഓരോ സാധനങ്ങളും പരിശോധിച്ച് പുറത്ത് അത് ശരി തന്നെ എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടത് CHAമാരാണ്. അത് MBA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ, അതേപോലെ തന്നെ MTech കഴിഞ്ഞവർക്ക് CBL പരീക്ഷ എഴുതാനുള്ള ഇതുണ്ട്. 500 രൂപയാണ് അതിൻ്റെ ഫീസ്. കേന്ദ്ര സർക്കാരിൻ്റെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. കസ്റ്റംസ് ബ്രോക്കർ ലൈസൻസ്, CHA, കസ്റ്റംസ് ഹൗസ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ പോർട്ടിൻ്റെ ജനറൽ മാനേജർ ഇരിക്കുന്ന സമയത്ത് ഇനിയും ഒത്തിരിയുണ്ട്. ജോലി സാധ്യതയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് സൂചിപ്പിച്ചിട്ട്, അവിടെ വരാൻ കഴിയുന്ന ഷിപ്പിംഗ് ഏജൻസികളെ കുറിച്ച് പറഞ്ഞു, വെയർഹൗസ്, ആ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ജോലി കിട്ടാൻ സാധ്യതയുള്ള പോർട്ട് ഓപ്പറേഷൻ ഭാഗത്ത് പോർട്ട് മാനേജർ, ടെർമിനൽ ഓപ്പറേറ്റർ, പോർട്ട് സൂപ്പർവൈസർ, കാർഗോ പ്ലാനർ, കാർഗോ ഹാൻഡ്ലർ, ക്രെയിൻ ഓപ്പറേറ്റർ. അതാണ് നമ്മളോട് ഇപ്പോൾ സാറിന് എത്രയോ പേര് കണ്ടു ക്രെയിൻ ഓടിക്കാൻ അറിയാം, എനിക്കകത്ത് ജോലി വേണമെന്ന് പറയും.
പിന്നെ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ഇതെല്ലാം വേണ്ടി വരും. വെയർ ഹൗസിലും ലോജിസ്റ്റിക് പാർക്കുകളിലും വേണ്ടി വരും. അടുത്ത് വാർഫ് സൂപ്പർവൈസർ, ഇത് പോർട്ട് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തൊഴിൽ സാധ്യതകളാണ്. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ ഭാഗത്ത് ലോജിസ്റ്റിക് മാനേജർ, സപ്ലൈ ചെയിൻ കോർഡിനേറ്റർ, വെയർഹൗസ് മാനേജർ, ഇൻവെൻ്ററി കൺട്രോളർ, ഫ്രൈറ്റ് ഫോർവേഡർ, ട്രാൻസ്പോർട്ട് പ്ലാനർ, കസ്റ്റംസ് ബ്രോക്കർ, സപ്ലൈ ചെയിൻ അനലിസ്റ്റ്, ഇത്രയുമാണ് ലോജിസ്റ്റിക് മേഖലയിൽ ജോലി കിട്ടുന്നത്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സപ്പോർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാഫ്, IT സപ്പോർട്ട്, ലീഗൽ കൗൺസിൽ, പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ്, കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ വരും. എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് വിഭാഗത്തിൽ പോർട്ട് എഞ്ചിനീയർ, മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, സേഫ്റ്റി ഓഫീസർ, എൻവയോൺമെൻറ്റൽ സ്പെഷ്യലിസ്റ്റ്. അടുത്ത് സെക്യൂരിറ്റി സർവീസ്, പോർട്ട് സെക്യൂരിറ്റി ഓഫീസർ, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ, സെക്യൂരിറ്റി ഗാർഡ്, സേഫ്റ്റി ഇൻസ്പെക്ടർ, എമർജൻസി റെസ്പോൺസ് കോർഡിനേറ്റർ. കസ്റ്റംസ് ആൻഡ് കംപ്ലൈൻസിൽ കസ്റ്റംസ് ഓഫീസർ, കംപ്ലൈൻസ് മാനേജർ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, ഇത്രയുമാണ് കസ്റ്റംസുമായി ബന്ധപ്പെട്ടാണ്. ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഹാൻഡ്ലിങ്ങിൽ ഷിപ്പ് പ്ലാനർ, കാർഗോ സൂപ്പർവൈസർ, കണ്ടെയ്നർ ഇൻസ്പെക്ടർ, ഷിപ്പിംഗ് ഏജൻറ്റ്, റെഫർ ടെക്നീഷ്യൻ. അടുത്ത ട്രേഡ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ്, ട്രേഡ് അനലിസ്റ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, പോർട്ട് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ട്രേഡ് ഫെസിലിറ്റേഷൻ ഓഫീസർ, എക്കണോമിക് അനലിസ്റ്റ്, ഇത്രയുമാണ് ട്രേഡ് ആൻഡ് ബിസിനസ്സിൽ. എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ്, സസ്റ്റൈനബിലിറ്റി കോർഡിനേറ്റർ, എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജർ. അടുത്ത് ഹോസ്പിറ്റാലിറ്റി, ആ മേഖലയിൽ വരുമ്പോൾ ടൂർ ഗൈഡ്സ് വരണം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സ്റ്റാഫ്, ടൂറിസം ഇൻഫർമേഷൻ ഓഫീസേഴ്സ്. അടുത്ത് കൺസ്ട്രക്ഷനിൽ പ്രൊജക്ട് മാനേജർ, കൺസ്ട്രക്ഷൻ മാനേജർ, സിവിൽ എഞ്ചിനീയർ, സർവേയർ, ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ. അടുത്ത് എഡ്യൂക്കേഷനിൽ പോർട്ട് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, വെക്കേഷണൽ ട്രെയിനർമാർ, അതുപോലെ തന്നെ മാരിടൈം എഡ്യൂക്കേറ്റേഴ്സ്. ഇങ്ങനെയുള്ള 20 മേഖലയിൽ, ഇത് ഞാൻ 12 ഇപ്പോൾ വായിച്ചത്, കംപ്ലീറ്റ് ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന സംരംഭങ്ങൾ, തൊഴിൽ സാധ്യതകൾ, കോഴ്സുകൾ, ഇതെല്ലാം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സതീഷ് ഗോപി സാറിൻ്റെയും ഇതേവിടെയുള്ള ആളുകളുടെ എല്ലാം സഹായത്തോടു കൂടി വലിയൊരു ഡോക്യുമെൻ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഉടൻ തന്നെ മിക്കവാറും ഒരു പോർട്ട് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തിനകം നമ്മൾ ഇതിൻ്റെ ഒരു മലയാളം പുസ്തകം ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആരും തന്നെ വിഴിഞ്ഞത്തിൽ വരുന്ന അവസരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ നമ്മളെ പറ്റിക്കപ്പെടരുത്. അത് പോർട്ട് മാനേജ്മെൻ്റ് ആയാലും സർക്കാരായാലും പുറത്തു വരുന്ന കമ്പനികളായിരുന്നാലും ഞങ്ങൾക്ക് മലയാളികൾക്ക് കിട്ടേണ്ടത് പുറം നാട്ടുകാർ കൊണ്ടുപോകരുത്. ബംഗാളി കൊണ്ടുപോകരുത്, തമിഴൻ കൊണ്ടുപോകരുത്. അത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞത് ഇന്ന് കിട്ടുന്ന ജോലിയല്ല. പോർട്ട് 2-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അന്ന് മുതൽ ജോലി ലഭിക്കില്ല. അവിടെ സ്ഥാപനങ്ങൾ വരണമെങ്കിൽ വീണ്ടും ഒരു 3 മാസമെങ്കിലും എടുക്കും. അത് കഴിയുമ്പോഴായിരിക്കും ഓരോ സ്ഥാപനത്തിനും 1-2 സ്റ്റാഫിന് വേണ്ടി വരും. ഇതൊരു 2028 ആകുമ്പോൾ 100 കണക്കിന് സ്ഥാപനങ്ങൾ അവിടെ വരും. അവിടെ എല്ലാം ഈ സിംഗപ്പൂർ പോർട്ടിലുള്ളതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാരെ കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ ബംഗാളികളെ ഇവിടെ ജോലിക്കെടുത്തത്, അല്ലേ? മലയാളികളെ കിട്ടാത്തതുകൊണ്ടാണ് ബംഗാളി എടുത്തത്. അപ്പോൾ ഇവിടെ കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ട് യഥാർത്ഥ മേഖലയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും അവരെ വെറും ഒരു നഴ്സിംഗ് ഫാർമസി പഠിപ്പിക്കാതെ നല്ല കോഴ്സുകൾ പഠിപ്പിച്ച് ഈ മേഖലയിൽ നല്ല ഉദ്യോഗസ്ഥന്മാരായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിപ്പിക്കാൻ. എല്ലാം AC റൂമിലെ ജോലി ആയിരിക്കില്ല, നല്ല മാൻ പവർ ആയിരിക്കും, പക്ഷെ നല്ല ശമ്പളമായിരിക്കും. ആ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചുവിടണം. സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് നല്ല വ്യവസായികൾ തിരുവനന്തപുരത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗഹൃദാന്തരീക്ഷം നമ്മുടെ ഈ ഹിന്ദുമത പരിഷത്തുൾപ്പെടെ. കാരണം ഹിന്ദുമത പരിഷത്തിനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ വിഴിഞ്ഞത്ത് നിന്ന് ഈ പാതിരിമാർക്ക് സമരവുമായി സെക്രട്ടേറിയറ്റ് വരെ വന്നപ്പോൾ 25 കിലോമീറ്റർ ഞങ്ങൾ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് സെക്രട്ടേറിയറ്റിലേക്ക് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഞങ്ങളിവിടെ എത്തിയത്. ഈ സമയത്ത് ഞങ്ങൾക്ക് നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണം തന്നത് അതിൽ 90% ഇവിടുത്തെ RSSO സംഘപരിവാറോ ബജറംഗദളും
ഈ ഹിന്ദുമത പരിഷത്തും അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്തിനെ പോലെയുള്ള ഞങ്ങളിവിടെ പഴവങ്ങാടിയിലെത്തിയപ്പോൾ ബജറംഗദളും അനന്തപുരി ഹിന്ദുമത പരിഷത്തും മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടിയോടുകൂടിയിട്ടാണ് ഞങ്ങളെ അന്ന് ഇവിടെ സ്വീകരിച്ചത്. അത് ഞങ്ങൾക്കൊരാവേശമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിവസമാണ് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തത്. അതായത് വലിയൊരു ത്യാഗമാണ് ആ നാട്ടുകാർ അനുഭവിച്ചിട്ടുള്ളത്, സഹിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെയുള്ള ഞങ്ങളെ ഒന്നിനും പരിഗണിച്ചിട്ടില്ല. ആരും സർക്കാർ പരിഗണിച്ചിട്ടില്ല, വിസിൽ പരിഗണിച്ചിട്ടില്ല, പിന്നെയോ അദാനി പോർട്ടും പരിഗണിച്ചിട്ടില്ല. വിഴിഞ്ഞത്തുകാരെ സർവേ എടുത്ത് നമ്മൾ ഇനിയിപ്പോൾ ഹൗസ് ടു ഹൗസ് നമ്മുടെ വീടുകളിൽ അദാനി പോർട്ടിൽ ജോലി കിട്ടിയ എത്ര പേരുണ്ടെന്ന് നോക്കുകയാണ്, സർവേ എടുക്കുകയാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായി. എങ്ങനെയെന്നറിയോ ചെയ്തിരിക്കുന്നത്? പുറത്തു നിന്നുള്ള ആളിന് ഇവിടെ വീട് വാങ്ങിയിട്ട് എല്ലാ ആധാർ ഉൾപ്പെടെ തിരുത്തിയിട്ട് വിഴിഞ്ഞ നിവാസിയായി. ഓക്കെ ആയില്ലേ? എങ്ങനെ ഉണ്ട് ബുദ്ധി? അങ്ങനെയാണ് ഇപ്പോൾ ആളിനെ വിഴിഞ്ഞത്തുകാർക്ക് ജോലി എടുത്തു എന്ന് വരുത്തി വച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ വിടില്ല. ഞങ്ങൾ ഏതറ്റം വരെയും പോകും. നമ്മൾ വിവരാവകാശം എടുക്കുകയാണ്. ഞാൻ ഇതൊന്നും പോർട്ടിനെതിരായിട്ടല്ല കേട്ടോ, ഒരു വികസനത്തിനെതിരായിട്ടല്ല. പക്ഷേ അർഹതയുള്ളവരെ അവഗണിക്കുന്ന കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ 2-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവണം. വലിയ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ വലിയ ഒരു സ്വീകരണമാണ് തിരുവനന്തപുരത്ത് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ഭാവിയാണ് അവിടെ ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി അവിടെ കാലുകുത്തുകയാണ്. അത് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമാണ്. ആ പരിപാടിയിൽ എല്ലാവരും അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി അവിടെ ഉണ്ടാകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഈ പരിപാടിയിൽ വിഴിഞ്ഞത്ത് ആ ജനകീയ കൂട്ടായ്മയുടെ പേരിൽ എന്നെ ഈ പരിപാടിയിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച നമ്മുടെ പ്രദീപ് ജി, അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള എൻ്റെ ചെറിയ പ്രായം മുതൽ സംഘടനാ പ്രവർത്തനത്തിന് ഊർജവും എല്ലാം പ്രദാനം ചെയ്തിട്ടുള്ള മാന്യ ഗോപാൽജിയുണ്ട്. അദ്ദേഹത്തിന് എല്ലാം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഇനിയും ഇതേപടിയുള്ള ഞങ്ങൾ 18 സെമിനാറുകൾ തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയിട്ടുണ്ട്. ഇനിയും ഇതേപടിയുള്ള പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കുകയും പോർട്ടിനെ കുറിച്ച് കൂടുതൽ ആദ്യം ബോധവാന്മാരെ വേണ്ടി തയ്യാറാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസൻറ്റേഷൻ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.